കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ 1970 മുതൽ PJ ജോസഫ് എന്ന രാഷ്ട്രീയ അധികായന്റെ കഥ പറഞ്ഞ തൊടുപുഴക്ക് മകൻ അബു ജോൺ ജോസഫിലൂടെ അത് നിലനിർത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് തൊടുപുഴ മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഏത് മുന്നണിയിൽ നിന്നാലും വിജയിച്ചു വരുന്ന ഒരു പാരമ്പര്യം PJക്കുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം തന്നെയാണ് മകനിലൂടെയും UDF മണ്ഡലത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിറിയക് ചാഴിക്കാടനിലൂടെ ആ ലെഗസിക്ക് അന്ത്യം കുറിക്കാൻ അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തൊടുപുഴ മണ്ഡലത്തിൽ LDF നടത്തി വന്നിരുന്നത്. സാമുദായിക രാഷ്ട്രീയത്തിനൊക്കെ പുറമെ കാർഷിക ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം പറയുന്ന നാടാണ് തൊടുപുഴ. പരിചയസമ്പന്നരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ വിശ്വസിച്ചു പോരാനായിരുന്നു തൊടുപുഴക്ക് എപ്പോഴും താല്പര്യം. എന്നാൽ ഇത്തവണ ഹൈറേഞ്ചിന്റെ വിധി വരുന്ന സമയത്ത് അവിടെ UDFൽ നിന്ന് LDFന് പിടിച്ചെടുക്കാൻ സാധിക്കുമോ, എന്തെങ്കിലും ഒരു മാറ്റം തൊടുപുഴക്കുണ്ടാകുമോ എന്ന് കണ്ടറിയാം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ധന്വന്തരി ആയുർവേദ.